നിങ്ങളുടെ പി സിയിൽ ഡിസ്പ്ലേ വരുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മളെന്ന് പറയുന്നത് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ റാം റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈ കോൺടാക്റ്റ് പോയിൻറ്റ് നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ 2 റാം ഉണ്ടെങ്കിൽ 2 റാമിൻ്റെ ക്ലീൻ ചെയ്യുക കേട്ടോ. ഈ കോൺടാക്റ്റ് പോയിൻറ്റ് റബ്ബർ വെച്ച് വൺ സൈഡിലേക്ക് കുറച്ചതിന് ശേഷം ഈ സ്ലോട്ടിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പോൾ 2 റാം ഉണ്ടെങ്കിൽ ഓരോന്നും 1 by 1 ആയിട്ട് ഇട്ട് നോക്കാം. അതിനുശേഷം ശരിയായിട്ടുള്ള ഡിസ്പ്ലേ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ സപ്ലൈ മാറ്റി വെക്കാം. പവർ സപ്ലൈ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ CMOS ബാറ്ററി ക്ലിയർ ചെയ്ത് വെക്കാം. ബാറ്ററി നമുക്ക് ഇങ്ങനെ തെറ്റിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും കേട്ടോ. CMOS ബാറ്ററി റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് സെക്കൻഡുകൾ വെയിറ്റ് ചെയ്യാം. ക്ലീൻ ചെയ്ത റാമോ അതുപോലെ തന്നെ ഒന്നും കൂടി നമ്മൾ എൻ്റെ സ്ലോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒന്നെടുത്ത് കാണിച്ചെന്നുള്ളൂ. ചുമ്മാ കറക്റ്റായിട്ട് ലോക്കായിട്ടാണെന്ന് നോക്കാം. ഇവിടുത്തെ ലോക്ക് അമർത്തി കഴിഞ്ഞാൽ പ്രസ് ചെയ്താലും വീഴും, അല്ലെങ്കിൽ നെക്കി കഴിഞ്ഞാലും വീഴും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സിറ്റ് ആയിട്ടാണോ നോക്കിയതിന് ശേഷം മാത്രം പവർ ബട്ടൺ നെക്കി ഓണാക്കാം. ഓക്കെ, ഇനി എന്നിട്ട് ഓണായിട്ടില്ല എന്നാൽ നമ്മൾ ഹീറ്റ് സിങ്ക് റിമൂവ് ചെയ്തതിന് ശേഷം തെർമൽ പേസ്റ്റിൻ്റെ കണ്ടീഷൻ നോക്കാം. ചില കേസുകളിൽ തെർമൽ പേസ്റ്റ് മോശമാകുമ്പോൾ ഹൈ ടെമ്പറേച്ചറായിട്ട് CPU കട്ട് ഓഫ് ആവുന്നൊരു പരിപാടിയുണ്ട്. ഓണാവാതെ ഡിസ്പ്ലേ വരാതെ കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ തെർമൽ പേസ്റ്റ് റിമൂവ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോസസ്സർ ഒന്ന് ചേഞ്ച് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.